എൻ്റെ പേര് കെസിയ ലോറൻസ്. ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞാണിത്. കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ എസ്ഐറ്റിയിലോട്ട് കൊണ്ടുവരുന്നത്. വന്നപ്പോൾ മുതലേ കുഞ്ഞ് വെന്റിലേറ്റഡ് ആയിരുന്നു. കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഒരു ബ്ലൂ കളർ അടിച്ച് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവരികയും കുഞ്ഞിന് അപ്പം തന്നെ ശ്വാസം മുട്ടിൻ്റെ കാര്യം പറയുകയും ചെയ്തു. അപ്പം ഈ ഒരു രോഗത്തിൻ്റെ മെയിനായിട്ടുള്ളത് ശ്വാസം മുട്ടാണ്. കുഞ്ഞിന് ഹാർട്ടിൽ ഹോളുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. പിന്നെ അതുപോലെ തന്നെ രക്തക്കുഴലിൽ ചുരുക്കം, അതും ആ കുഞ്ഞിന് അതും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന് ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പരീക്ഷയ്ക്ക് പോകാൻ നിന്നപ്പോഴാണ് ഇവന് തലചുറ്റി വീണത്. അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കാണിച്ച് അപ്പോൾ ഒരു ചെറിയ എന്തോ ഒരു ഇത് ഡോക്ടറിന് തോന്നി. അങ്ങനെ തന്നെ എക്കോ എടുക്കാനൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഡോക്ടറാണ് ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിലത്തേക്ക് എഴുതി തന്നത്. അവിടെ നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജിൽ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാവോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. മോളുടെ ബർത്തിൽ തന്നെ ഹാർട്ടിന് ഹോൾ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പം സർജറി എന്തായാലും അത് സർജറി തന്നെ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ ആദ്യം അഡ്മിഷൻ ആകുന്നത്. ആയിരത്തി 1952 നിലവിൽ വന്ന ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി തിരുവനന്തപുരത്തെ എന്നല്ല തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചികിത്സാലയമാണ്. കുട്ടികളുടെയും സ്ത്രീകളുടെയും SAT ആശുപത്രി ചികിത്സാ രംഗത്ത് ദക്ഷിണേന്ത്യയിൽ മികച്ച മാതൃകയായി മാറി. നവജാത ശിശുക്കളിൽ പോലും വിവിധ തരത്തിലുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ തുടർന്ന് 2007 SAT ആശുപത്രിയിൽ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം ആരംഭിച്ചത്. സാമ്പത്തിക ബാധ്യതയില്ലാത്ത ചികിത്സാ സംവിധാനം, കുട്ടികളുടെ ഹൃദ്രോഗ നിർണയത്തിനും ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ SAT ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. 2007 മുതൽ SAT ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. പ്രൊഫസർ സുൽഫിക്കർ അഹമ്മദ് ആയിരുന്നു അന്ന് പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം മേധാവി. 2018 SAT ഹോസ്പിറ്റലിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കാത്ത് ലാബ് 6 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ 1200-ൽ പരം ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് കത്തീറ്റർ ചികിത്സ, അതായത് ഓപ്പൺ സർജറി ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സ് വിജയകരമായി ചെയ്ത് അവരെയെല്ലാം പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞാണിത്. കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ എസ്ഐറ്റിയിലോട്ട് കൊണ്ടുവരുന്നത്. വന്നപ്പോൾ മുതലേ കുഞ്ഞ് വെന്റിലേറ്റഡ് ആയിരുന്നു. ഡോക്ടേഴ്സാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് ടിഷ്യൂ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തതും അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾക്ക് തന്നതൊക്കെ. കുഞ്ഞിനെ 30ാമത്തെ ദിവസം ഒരു സർജറി ചെയ്യായിരുന്നു. ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു. സർജറിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസും എന്താണ് ചെയ്യാൻ പോകുന്നതും കുഞ്ഞിൻ്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ ഡോക്ടേഴ്സ് ആദ്യമേ തന്നെ ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. കെസിയയുടെ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ശ്വാസമുട്ടലായിട്ടാണ് SAT ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വരുന്നത്. കുഞ്ഞിന് ശ്വാസമുട്ടൽ കൂടുതലായതുകൊണ്ട് നമുക്ക് വെന്റിലേറ്ററിൽ കുഞ്ഞിനെ ഇടേണ്ടി വന്നു. എക്കോകാർഡിയോഗ്രഫി പരിശോധന ചെയ്തപ്പോൾ കുഞ്ഞിന് PDA എന്ന് പറഞ്ഞ ഒരു അസുഖമാണ് കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോൾ PDA സാധാരണ ജനിച്ച ശേഷം എല്ലാ കുഞ്ഞുങ്ങളിലും മിക്കവാറും കുഞ്ഞുങ്ങളിൽ PDA അടഞ്ഞു പോകും. പക്ഷേ ഈ കുഞ്ഞിന് PDA വലിയ സൈസായിരുന്നു. അത് അടയാതിരുന്നത് കൊണ്ടാണ് കുഞ്ഞിന് ശ്വാസമുട്ടലുണ്ടായത്. വെന്റിലേറ്ററിൽ നിന്ന് നമുക്ക് കുഞ്ഞിനെ മാറ്റാൻ സാധിക്കുന്നില്ലായിരുന്നു. 2 ആഴ്ചയോളം കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടന്നു. ലങ്സിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിട്ടും കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് PDA ലൈഗേഷൻ, അതായത് PDA സർജറി ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രമേ കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്താനാവൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ കുഞ്ഞിനെ PDA ലൈഗേഷൻ എന്ന് പറഞ്ഞ സർജറി തിയേറ്ററിൽ കൊണ്ടുപോയി ചെയ്തു. PDA ലൈഗേഷൻ ചെയ്തതോടുകൂടി കുഞ്ഞ് വളരെ ഇമ്പ്രൂവ് ചെയ്തു. നമുക്ക് ഒരാഴ്ചക്കകം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കുഞ്ഞ് നല്ല രീതിയിൽ വളരുന്നു, വെയിറ്റ് എല്ലാം ഗെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് കാവ്യ. ഇതെൻ്റെ
ഇതെൻ്റെ മോൻ 2 വയസ്സ് കഴിഞ്ഞ് ഹൃത്തിക് എന്നാണ് പേര്. കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അവന് ശ്വാസം എടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന്. ഋത്തിക് നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു 3-3.5 മാസം ആയിരുന്നു. അവന് നേരത്തെ, അതായത് ആൻറ്റിനേറ്റൽ സ്കാൻ, അമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. അസുഖം ടെട്രോളജി ഓഫ് ഫാലോ ആണ്, ടോഫ് എന്ന് പറയും. അതായത് ഹാർട്ടിൻ്റെ താഴെത്തറകൾ തമ്മിലുള്ള ഒരു വലിയ സുഷിരം, ഹാർട്ടിൻ്റെ വലത് ഭാഗത്തുനിന്ന് ലങ്ങിലേക്ക് പോകുന്ന രക്തക്കുഴലിനകത്തൊരു ചുരുക്കം, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ടെട്രോളജി ഓഫ് ഫാലോ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, അവൻ്റെ രക്തക്കുഴലുകൾ വളരെ ചെറുതായിരുന്നു. നമ്മുടെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നമ്മുടെ ലങ്ങിലേക്ക് കണക്ട് ചെയ്യുന്ന രക്തക്കുഴലുകൾ വളരെ വളരെ ചെറുതായിരുന്നു. അപ്പോൾ 3.5-4 മാസം ആകുമ്പോഴാണ് വളരെ ഡീപ്പ് നീല കളറായി പ്രസൻറ്റ് ചെയ്തത്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡിൽ ശ്വാസം എടുത്ത് ഓക്സിജൻ്റെ അളവ് ഏകദേശം ഒരു 40-50% ഒ പിയിൽ ഒരു ദിവസം വരുന്നത്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി അഡ്മിറ്റ് ചെയ്തു. ഈ ഓപ്പറേഷൻ, ഈ ഒരു അസുഖത്തിന്, അതായത് ഈ ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള രക്തം മിക്സ് ചെയ്യുന്ന ഈ കണ്ടീഷനിൽ നമ്മൾ സാധാരണ ഓപ്പറേഷൻ, തുറന്നുള്ള ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഈ ഹോൾ അടയ്ക്കുകയും ഈ നമ്മുടെ വലത് ഭാഗത്തെ ചേംബറും ലങ്ങിൻ്റെ ആർട്ടറിയുമായിട്ട് കണക്ട് ചെയ്യുന്നതും ഒരുമിച്ചാണ്, ഓപ്പറേഷനായിട്ടാണ് ചെയ്യുന്നത്. സാധാരണ അത് 6 മുതൽ 9 മാസത്തെ പ്രായമായ കുട്ടികളിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടി വന്നപ്പോൾ വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലായിരുന്നു. ഓക്സിജൻ്റെ അളവ് വളരെ കുറവും വെയിറ്റ് വളരെ കുറവ്, പിന്നെ രക്തക്കുഴലിൻ്റെ അളവ് സൈസും വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജീവൻ നിലനിർത്തുന്ന എന്ത് ട്രീറ്റ്മെൻറ്റാണ് അവൈലബിൾ അത് മാത്രം ചെയ്യാമെന്നായിരുന്നു ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ റൈറ്റ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ട്രാക്ട് സ്റ്റെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതായത് ആ മസിലുള്ള ഭാഗം ഒരു മെറ്റൽ ട്യൂബ് ഇട്ടിട്ട് അവിടെ കുറച്ച് വികസിപ്പിക്കാമെന്നായിരുന്നു തീരുമാനം. അത് നമ്മുടെ പീഡിയാട്രിക് കാർഡിയോളജിയിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഇൻ്റർവെൻഷൻസിൽ ഒന്നാണ് ഈ RVOT സ്റ്റെൻഡിങ്. അപ്പം അത് നമ്മൾ അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും സിക്കായിട്ടുള്ളൊരു ബേബി, അതായത് ഒരു 40-50% മാത്രം സാച്ചുറേഷൻ ഒരു ബേബിയിൽ SITയിൽ ആദ്യമായിട്ടാണ് ആ സമയത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം 2 വർഷമായി. അത് കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് ഫോളോ അപ്പിലുണ്ട്. നമ്മൾ CT സ്കാനൊക്കെ ചെയ്ത് ആ രക്തക്കുഴലിൻ്റെ സൈസ് എത്രയുണ്ടെന്ന് ഒന്നുകൂടി കണ്ടുപിടിച്ചു. അവൻ്റെ ലെഫ്റ്റ് സൈഡിലെ രക്തക്കുഴൽ ഇപ്പോഴും വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും 1 അല്ലെങ്കിൽ 2 സർജറീസോ ആവശ്യം ആയി വരും. ഇപ്പോൾ കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് നീലമയമുണ്ട് ശരീരത്തിന്, എന്നാലും വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കുഞ്ഞിന് വേറെ പല പ്രശ്നങ്ങളും കൂടി ഉള്ളതാണ്. കാറ്ററാക്റ്റിൻ്റെ, അതായത് കണ്ണിൽ തിമിരം, 2 കണ്ണിലും തിമിരം ഉണ്ടായിരുന്നു. അതിൻ്റെ 2ൻ്റെ ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ കാഴ്ചയൊക്കെ നോർമലായി. ബാക്കി ഡെവലപ്മെൻറ്റൊക്കെ ഏകദേശം സാധാരണ കുട്ടികളെ പോലെ വരുന്നു. ഇപ്പോൾ ഏകദേശം 2-2.5 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഹാർട്ടിന് ഇനിയും 1-2 ഓപ്പറേഷൻസ് ആവശ്യമായി വരും. 2021 കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹൃദ്രോഗ വിഭാഗവും അതിനോടനുബന്ധമായി ഓപ്പറേഷൻ തിയേറ്ററും അനുബന്ധ ICUവും ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സും എല്ലാം SIT ഹോസ്പിറ്റലിൽ വരുന്നത്. 300 അടുപ്പിച്ച് കുട്ടികൾക്ക് ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഈ നാളുകൊണ്ട് സാധിച്ചു. ഇതാണ് ഞങ്ങളുടെ അഡ്വാൻസ് മോഡുലാർ OT കോംപ്ലക്സ്. അകത്തേക്ക് ബാക്കി കാര്യങ്ങളോ. SIT ആശുപത്രിയിൽ ശിശുക്കളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററാണിത്. ഇവിടെ ശിശുക്കളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഇതൊരു മോഡുലാർ OT ആണ്. ഇതിൻ്റെ എയർഫ്ലോ ലാമിനാർ എയർഫ്ലോയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഹെപ്പാറ്റിക് ഫിൽട്ടറായിട്ടുള്ള ഏരിയ ആണ്. ആ ഏരിയയിലുള്ള എയറിനെ കംപ്ലീറ്റ് ആയിട്ട് പ്യൂരിഫൈ ചെയ്ത് സർജറി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് അതിൻ്റെ ധർമ്മം. പിന്നെ അതിന് ഇത് ചെയ്തിട്ടുള്ള ലൈറ്റുകളാണ് ഡബിൾ ലെയർ LED ലൈറ്റ്സാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്തൊരു ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. സർജറി സമയത്ത് നമുക്കകത്ത് വളരെ തിരക്ക് കൂട്ടാതെ തന്നെ പുറത്ത് ഇത് കാണാനും സർജൻസിന് അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് പുറത്ത് നിന്ന് വീക്ഷിക്കാനും ഈ ക്യാമറ വഴി പുറത്തൊരു TV സജ്ജീകരിച്ചിരിക്കുന്നു. ഇതൊരു ഹൈഡ്രോളിക് ടേബിളാണ്. ഇത് പേഷ്യൻറ്റിന് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ് സർജൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പേഷ്യൻ്റ് സേഫ്റ്റി, പേഷ്യൻ്റ് ഫോളോ ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഹൈഡ്രോളിക് ടേബിളാണ് ഇത്. ഇത് അനസ്തീഷ്യ വർക്ക് സ്റ്റേഷനാണ്. കൂടെ മൾട്ടിപാര മോണിറ്ററും ഉണ്ട്.
ഇത് കുട്ടികൾക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാനായിട്ടും അനസ്തെറ്റിക് ഗ്യാസസ് കൊടുക്കാനായിട്ടുമുള്ള മെഷീനാണ്. ഈ ട്യൂബ് വഴി നമ്മൾ ഗ്യാസും ഓക്സിജനും എയറും ഒക്കെ കൊടുക്കും. ഇത് നമ്മുടെ അൾട്രാസൗണ്ട് മെഷീനാണ്. ഒപ്പം ട്രാൻസ് ഈസോഫേജിയൽ എക്കോവും ഈ മെഷീനിൽ തന്നെയാണ് നോക്കുന്നത്. ആദ്യമായിട്ട് കൊച്ചു കുട്ടികളായതുകൊണ്ട് നമ്മൾ എല്ലാ മേജർ വെയിൻസ് എടുക്കുന്നതും ആർട്ടീരിയൽ ലൈൻ എടുക്കുന്നതും എല്ലാം ഈ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടാണ്. ഓപ്പറേഷൻ്റെ സക്സസ് കറക്റ്റ് ആണോ എന്ന് കൃത്യത നോക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ട്രാൻസ് ഈസോഫേജിയൽ എക്കോ ഉപയോഗിക്കുന്നത്. ഇത് ഡീഫിബ്രിലേറ്റർ ആണ്. ഇത് ഹൃദയ ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയത്തുടിപ്പിന് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ നമുക്കൊരു മെഷീൻ്റെ സഹായം ആവശ്യമാകുന്ന ഘട്ടത്തിൽ പേഷ്യൻറ്റിന് ഇൻറ്റേർണൽ പാഡിൽസ്, ഇത് ഇൻറ്റേർണൽ പാഡിൽസ് ആണ്. ഇൻറ്റേർണൽ പാഡിൽസ് ഈ മെഷീൻ്റെ എൻഡിൽ കണക്ട് ചെയ്ത് കൃത്യമായ അളവിൽ ഇത്ര ജൂളിൽ ഷോക്ക് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള മെഷീനാണ്. മോളുടെ ബർത്തിൽ തന്നെ ഹാർട്ടിന് ഹോൾ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ ആദ്യം അഡ്മിഷൻ ആകുന്നത്. അപ്പം വണ്ടാനത്ത് സർജറി ഇല്ല. പുറത്ത് അന്വേഷിച്ചപ്പം ലക്ഷങ്ങളാകുമെന്നാണ് പറഞ്ഞത്. ട്രിവാൻഡ്രത്തേക്ക് വന്നു. അങ്ങനെ ലക്ഷ്മി മാഡത്തിനെ കോൺടാക്ട് ചെയ്തു. ഹാർട്ടിൻ്റെ താഴത്തെ 2 അറകളുടെ ഇടയിലുള്ള ഭിത്തിയിൽ ഉള്ള ഒരു ഹോളായിട്ടാണ് SIT ഹോസ്പിറ്റലിൽ വന്നത്. വലിയ സൈസുള്ള ഒരു ഹോളായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് പാല് കുടിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കുഞ്ഞ് വെയിറ്റ് തീരെ കുറവായിരുന്നു. അപ്പോൾ കുഞ്ഞിന് സർജറി വേണം എന്നുള്ളത് നമുക്ക് എക്കോ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുവാൻ തീരുമാനിച്ചു. 1 മാസത്തിനകം കുഞ്ഞിന് 2-3 പ്രാവശ്യം ഹോസ്പിറ്റൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ന്യൂമോണിയ ആയിട്ട് അഡ്മിഷനും ആവശ്യം വന്നു. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് എത്രയും വേഗം സർജറി ചെയ്യണമെന്ന് തീരുമാനിച്ച് 1 മാസത്തിനകം കുഞ്ഞിന് സർജറി പൂർണ്ണമായും സൗജന്യമായി വിജയകരമായി നമുക്ക് ചെയ്യാൻ സാധിച്ചു. സർജറിക്ക് ശേഷം കുഞ്ഞും വളരെ നല്ല രീതിയിലാണ് തൂക്കം വയ്ക്കുന്നതും വളരുന്നതുമെല്ലാം. 1 രൂപ പോലും ഞങ്ങൾക്ക് ഈ സർജറിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ആയില്ല. ഫുഡ് പോലും ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. ഞങ്ങളെ ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രമാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഈ സർജറിയായിട്ട് മുഖേന ഞങ്ങൾക്ക് വന്നത്. ജന്മന ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 19 മുതൽ 23 ആഴ്ചയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഫീറ്റൽ എക്കോ എന്നൊരു പരിശോധനയിലൂടെയാണിത്. എന്നാൽ എല്ലാ ഗർഭിണികളിലും ഫീറ്റൽ എക്കോ എടുക്കുക എന്നുള്ളത് പ്രായോഗികമായ ഒരു കാര്യമല്ല. ജന്മന ഉള്ള ഹൃദ്രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസികൾ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഒരു കുട്ടിക്ക് കൺജന്റൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ജന്മന ഹൃദ്രോഗത്തോടെ ജനിക്കുക, മാതാപിതാക്കൾക്ക് ജന്മന ഉള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടായിരിക്കുക, അമ്മയ്ക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് റേഡിയേഷൻ എക്സ്പോഷർ അല്ലെങ്കിൽ ചില പ്രത്യേക മരുന്നുകൾ കഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള ചില അണുബാധകൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഉണ്ടാവുക, അമ്മയ്ക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്, അമ്മയിലുണ്ടാകുന്ന SLE രോഗം. ഇതുകൂടാതെ അനോമലി സ്കാനിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടുപിടിക്കുകയാണ്, എന്തെങ്കിലും അനോമലീസ് കണ്ടുപിടിക്കുകയാണ്, ഇങ്ങനെയുള്ളവരെയാണ് സാധാരണ ഫീറ്റൽ എക്കോയ്ക്കായിട്ട് നമ്മുടെ അടുത്ത് റെഫർ ചെയ്യപ്പെടുന്നത്. ഏറെ സാമ്പത്തിക ബാധ്യത വരാവുന്ന ചികിത്സയാണ് കുട്ടികളുടെ ഹൃദ്രോഗത്തിന് വേണ്ടിവരുന്നത്. എന്നാൽ ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സയ്ക്ക് സാമ്പത്തിക ബാധ്യത കുട്ടികളുടെ കുടുംബത്തിന് ഉണ്ടാകാത്ത വിധമാണ് SITയുടെ ചികിത്സാ സംവിധാനങ്ങൾ. മികച്ച കാത്ത് ലാബിനോടൊപ്പം അനുബന്ധമായ ആധുനിക സജ്ജീകരണങ്ങളിലും പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം ചികിത്സാരംഗത്ത് മികവ് പുലർത്തുന്നു. നവജാത ശിശുക്കളിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള BT ഷണ്ട്, PDA ലൈഗേഷൻ എന്നിവയും 6 മാസത്തിനകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് ഉള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ലൈക്ക് TAPVC റിപ്പയർ പോലെയുള്ള ഹാർട്ട് ഡിസീസിൻ്റെ സർജറിയും പിന്നെ കൊയാക്ടേഷൻ റിപ്പയർ എന്നുള്ള സർജറികളും അൽക്കാപ്പ എന്നുള്ള കോംപ്ലക്സ് സർജറിക്കുള്ള സർജറിയും നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് SIT ഹോസ്പിറ്റൽ പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഹൃദയ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മെഷീനാണ് ഹാർട്ട് ലങ് മെഷീൻ. ശസ്ത്രക്രിയ സമയത്ത് സർജന് ഹാർട്ട് നിർത്തി വെച്ച് വേണം സർജറി ചെയ്യാനുള്ളത്. ആ സമയത്ത് ഹാർട്ടിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും മുഴുവൻ ജോലികളും ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നവരെയാണ് പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ SIT ഹോസ്പിറ്റലിലെ എക്മോ മെഷീൻ. നമ്മുടെ കുട്ടികളുടെ ഹൃദയവും ശ്വാസകോശവും പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുന്ന സമയങ്ങളിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എക്മോ മെഷീൻ. പുറത്ത് ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഈ ചികിത്സാ രീതി പൂർണ്ണമായും നമ്മൾ ഇവിടെ സൗജന്യമായാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ മെഡിക്കൽ കോളേജിൽ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാവോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ലക്ഷ്മി മാഡത്തിനെ കണ്ട് ഉടനെ എന്നെ ഡോക്ടർ എല്ലാ കാര്യവും ശരിയാക്കി
നോക്കി. അപ്പോഴും തന്നെ മനസ്സിന് പകുതി ഇതായി. ഡോക്ടർ എല്ലാം ശരിയാക്കുമെന്നുള്ള ഒരിത്. SAT ഹോസ്പിറ്റലിൽ നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക്, ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഹൃദ്രോഗ നിർണയത്തിനുള്ള പരിശോധനകളും ചികിത്സയും, സർജറി ആയാലും ഇൻ്റർവെൻഷൻ ആയാലും അതിനുശേഷമുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം പൂർണ്ണമായും സൗജന്യമായാണ് ചെയ്യുന്നത്. നമ്മുടെ കാത്ത് ലാബ് ഒരു സിംഗിൾ പ്ലെയിൻ കാത്ത് ലാബാണ്. സിംഗിൾ പ്ലെയിൻ കാത്ത് ലാബ്. കാത്ത് ലാബിൽ നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി പേഷ്യൻറ്റിനെ ഇവിടെ കിടത്തി എക്സ്റേയുടെ സഹായത്തോടെ പേഷ്യൻറ്റിൻ്റെ ഹാർട്ടിൻ്റെ മൂവ്മെൻറ്റ്, ഹാർട്ടിൻ്റെ രക്തക്കുഴലിനകത്തുള്ള മൂവ്മെൻറ്റ്സ് അതെല്ലാം നോക്കുകയാണ്. പിന്നെ എന്തെങ്കിലും സുഷിരങ്ങളോ അല്ലെങ്കിൽ വാൽവിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതും കാത്ത് ലാബിൽ വെച്ചിട്ട് തന്നെയാണ്. ഇത് സിയാം, ഇത് മൂവ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ പല ആംഗിൾസിൽ 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ അനസ്തീഷ്യ മെഷീൻ ഉണ്ട്, നമുക്ക് പേഷ്യൻറ്റിനെ വെന്റിലേറ്റ് ചെയ്യാൻ സാധിക്കും. എക്കോ മെഷീൻ ഉണ്ട്. ഇത് കാണുന്ന സ്ക്രീൻസ് ആണ്. കാത്ത് ലാബ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ BP, ഹാർട്ട് റേറ്റ്, ഓക്സിജൻ്റെ അളവ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ സ്ക്രീനിലും. പിന്നെ പേഷ്യൻറ്റിൻ്റെ എക്സ്റേസ്, മൂവിങ് എക്സ്റേസ് ആണ് ബേസിക്കലി, ഫ്ലൂറോസ്കോപ്പി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അത് ഈ സ്ക്രീൻസിലാണ് കാണുന്നത്. കാത്ത് ലാബിൽ നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് കാത്തീറ്റർ അല്ലെങ്കിൽ വയറൊക്കെ കടത്തി അതിൻ്റെ ഹാർട്ടിന് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഹാർട്ടിൻ്റെ അസുഖങ്ങൾ അറിയാമെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും വലിയ ആൾക്കാരിലുള്ള ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതും ഈ സെയിം കാത്ത് ലാബിൽ തന്നെയാണ്. ഈ കാത്ത് ലാബിൽ കുട്ടികളുടെ മാത്രം കാത്ത് ലാബാണ്. SATയിലെ കാത്ത് ലാബ് കുട്ടികളുടെ മാത്രം കാത്ത് ലാബാണ്. കുട്ടികളിൽ ഹാർട്ടിൽ കാണുന്ന പ്രശ്നങ്ങൾ വലിയ ആൾക്കാരെ പോലെ അല്ല, ടോട്ടലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൃദയത്തിലെ സുഷിരങ്ങളാണ്. ഹൃദയത്തിൻ്റെ ഭിത്തികളിലുള്ള സുഷിരങ്ങൾ, മുകളിലത്തെ അറകൾ തമ്മിലുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ താഴത്തെ 2 അറകൾ തമ്മിൽ കണക്ഷൻസ്, ചില രക്തക്കുഴൽ തമ്മിലുള്ള കണക്ഷൻസ്, ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അടയ്ക്കുന്ന ഈ കീ ഹോളായിട്ട് അടയ്ക്കുന്ന പ്രൊസീജിയേഴ്സ് അതാണ്. അപ്പോൾ അടയ്ക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഹോൾ എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഹോളിനകത്തൂടി ഒരു മെറ്റൽ ഡിവൈസ് വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ അത് ഈ മെറ്റൽ ഡിവൈസ് നമ്മൾ ഹാർട്ടിനുള്ളിലേക്ക് പോകുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് ഈ കാത്ത് ലാബിലാണ്. ചിലപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ചേമ്പേഴ്സിനകത്തോട്ട് അല്ലെങ്കിൽ രക്തധമനികളിലേക്ക് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. ഈ എക്സ്റേയിൽ കാണാനുള്ള നന്നായിട്ട് കാണാൻ വേണ്ടി ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരാം. അത് കഴിഞ്ഞ് ഈ സുഷിരങ്ങൾ എവിടെയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് ആ സുഷിരത്തിനകത്തൂടി ഒരു വയർ കടത്തുക, പിന്നെ കാത്തീറ്റർ കടത്തി ഒരു ഡിവൈസ്, മെറ്റൽ ഡിവൈസ് വെച്ചിട്ടാണ് അടയ്ക്കാറ്. മെറ്റൽ എന്നുദ്ദേശിക്കുന്നത് നിക്കലും ടൈറ്റാനിയവും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു അലോയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാ സുഷിരങ്ങൾ അടയ്ക്കാനും അതുപോലത്തെ ഒരു അലോയാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഈ എക്സ്റേയിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. ഈ അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ആ മെറ്റൽ ഡിവൈസ് അവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് അവിടുന്ന് മൂവ് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവിടെ നിക്ഷേപിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എക്കോ ചെയ്ത് കൺഫേം ചെയ്യും എല്ലാം കുഴപ്പമൊന്നും ഇല്ല, ഹാർട്ടിൻ്റെ സ്ട്രക്ചേഴ്സിനൊന്നും കുഴപ്പമൊന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യുന്നതാണ് ഈ നമ്മൾ കീ ഹോൾ പ്രൊസീജിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് ചെയ്യപ്പെടുന്നത് ഈ സുഷിരങ്ങൾ അടയ്ക്കുന്ന പ്രൊസീജിയേഴ്സാണ്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് വാൽവുകളിലെ ചുരുക്കം മാറ്റുന്നതാണ്. അത് ബലൂൺ, ഒരു വാൽവിനകത്തൂടെ ഒരു വയർ കടത്തി ഒരു ബലൂൺ അതിനകത്തൂടെ കടത്തി ആ ബലൂൺ വികസിപ്പിക്കുമ്പോഴാണ് ഈ വാൽവിൻ്റെ ചുരുക്കം മാറുന്നത്. അതും കുട്ടികളിൽ സാധാരണ അയോട്ടിക് വാൽവ്, ഹാർട്ടിൻ്റെ മെയിൻ വാൽവായിട്ട് അയോട്ടിക് വാൽവ്, ലെഫ്റ്റ് സൈഡിലെ വാൽവ്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലെ വാൽവ് ആയത് പൾമണറി വാൽവ്, അതിനാണ് ബലൂൺ ചികിത്സ ചെയ്യുന്നത്. വലിയ ആൾക്കാരിൽ വേറെ വാൽവുകളിലെ പ്രശ്നങ്ങളും ഇതുപോലെ ബലൂൺ ചികിത്സയിലൂടെ മാറ്റാവുന്നതാണ്. പിന്നെ ചെയ്യുന്നത് ചെറിയ കുട്ടികൾ, വളരെ സങ്കീർണമായിട്ടുള്ള ഹാർട്ട് ഡിസീസ് ഉള്ള, അതായത് ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള രക്തം പൂർണ്ണമായിട്ട് കലർന്ന് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് ഏകദേശം ഒരു നീല ടിഞ്ചുള്ള കളറൊക്കെ ഉള്ള കുട്ടികളിൽ ജസ്റ്റ് ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അത് PDA സ്റ്റെൻറ്റിംഗ് എന്ന് പറയും. അതായത് 2 രക്തക്കുഴൽ തമ്മിലൊരു കണക്ഷൻ, നമ്മുടെ മെയിൻ രക്തക്കുഴലും ലങ്ങിലേക്കുള്ള രക്തക്കുഴലും തമ്മിലൊരു കണക്ഷൻ യൂഷ്വലി എല്ലാവർക്കും ജനിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ആ കണക്ഷൻ നിലനിർത്താൻ വേണ്ടി അതിനകത്ത് ഒരു മെറ്റൽ ട്യൂബ്, ഒരു സ്റ്റെൻറ്റ് ഇടുന്നതാണ് PDA സ്റ്റെൻറ്റിംഗ്. അത് ഡെഫിനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. അതായത് ആ ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് ജീവൻ നിലനിർത്തി ഓക്സിജൻ്റെ അളവ് ഏകദേശം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടി മാത്രമുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞ് എല്ലാ കുട്ടികൾക്കും അത് കഴിഞ്ഞിട്ടുള്ള തുടർ ചികിത്സയും പൂർണ്ണമായി കറക്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസും ചെയ്യേണ്ടതായി വരാം.
എൻ്റെ കുഞ്ഞിനായിരുന്നു ഒരു ഹാർട്ടിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ, മേജർ ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ്റെ പേര് TRPVC എന്നായിരുന്നു. അപ്പോൾ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഒരു ബ്ലൂ കളർ അടിച്ച് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവരികയും അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ള കോംപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. കാരണം ക്രിട്ടിക്കലാണ്, കുഞ്ഞു കൊച്ചും കൂടെയാണ്, അപ്പോൾ അതനുസരിച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവും എല്ലാം പറഞ്ഞു തന്നായിരുന്നു ഡോക്ടേഴ്സ്. അപ്പോൾ എല്ലാവരുടെയും ഒരു പരിശ്രമത്തിൻ്റെ ഇടയിൽ കുഴപ്പമില്ലാതെ കുഞ്ഞ് ഞങ്ങൾക്ക് നല്ല റിക്കവറായി കൈ കിട്ടുകയൊക്കെ ചെയ്തു. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഓപ്പൺ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്ന ബെഡാണിത്. നമ്മൾ ഈ ബെഡ് OTയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുന്നത്. റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ പോർട്ടബിൾ മോണിറ്ററോടുകൂടിയാണ് OTയിൽ നിന്ന് പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പോർട്ടബിൾ മോണിറ്റർ നമുക്ക് സ്ക്രീനിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതുവഴി ECG, കുഞ്ഞുങ്ങളുടെ ഹാർട്ട് റേറ്റ്, BP എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ BP, NIBP എന്നിവ അറിയാൻ സാധിക്കും. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൻ്റെ താപനില എന്നിവയെല്ലാം നമുക്ക് ഇതുവഴി അറിയുവാൻ സാധിക്കുന്നതാണ്. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് വരുന്നുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടി മരുന്നുകൾ നൽകാനുള്ള അത്യാധുനിക രീതിയിലുള്ള സർജ് പമ്പാണിത്. ഇതുവഴി കുഞ്ഞുങ്ങൾക്ക് IV ഫ്ലൂയിഡ്, മെഡിസിൻസ് എന്നിവ വളരെ കൃത്യതയോടുകൂടി നൽകുവാൻ സാധിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് 2021 പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം സിമ്പിളും കോംപ്ലക്സുമായിട്ടുള്ള പലവിധ പീഡിയാട്രിക് കാർഡിയാക് സർജറികൾ നടന്നു വരുന്നു. ഇൻഫൻറ്റ് കേസസും വലിയ കുട്ടികളുടെയും എല്ലാവിധ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറീസും ഇവിടെ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ASDs, ഇൻഫൻറ്റ് VSDs, കോയാക്ടേഷൻ ഓഫ് അയോട്ട, TAPVC, അൽക്കാപ്പ മുതലായ കോംപ്ലക്സ് സർജറീസും TOF, ASD, VSD മുതലായ സിമ്പിൾ കേസുകളും എല്ലാ ആഴ്ചയും ഇവിടെ നടന്നു വരുന്നു. എൻ്റെ കുഞ്ഞിന് TOF ആയിരുന്നു. കുഞ്ഞിന് ഹാർട്ടിൽ ഹോൾ ഉള്ളതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. പിന്നെ അതുപോലെ തന്നെ രക്തക്കുഴലിൽ ചുരുക്കം. അങ്ങനെ മൊത്തം 3 സർജറിയാണ് കുഞ്ഞിന് കഴിഞ്ഞത്. ഹെലനയ്ക്ക് ഇപ്പോൾ ഏകദേശം 2 വയസ്സ് പൂർത്തിയായി. ഹെലനയുടെ ഹാർട്ടിൻ്റെ അസുഖം നമ്മൾ കണ്ടുപിടിച്ചത് അമ്മയുടെ ഗർഭാവസ്ഥയിൽ ആയിരുന്നപ്പോൾ തന്നെ കണ്ടുപിടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അവർ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയും ഡെലിവറി ഇവിടെ തന്നെ SITയിൽ തന്നെയായിരുന്നു. ഡെലിവറി കഴിഞ്ഞ ഉടനെ നമ്മൾ ചെക്ക് ചെയ്തു. ഓപ്പറേഷൻ വേണ്ട ഒരു കണ്ടീഷനാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. ഹെലനയുടെ കണ്ടീഷനും ടെട്രോളജി ഓഫ് ഫാലോ ആണ്. അതായത് ഹാർട്ടിൻ്റെ താഴ്ത്തറകൾ തമ്മിലൊരു വലിയ സുഷിരവും ഹാർട്ടിൻ്റെ വലത് ഭാഗത്തുനിന്ന് ലങ്ങിലേക്ക് പോകുന്ന ആർട്ടറിയിലെ ചുരുക്കവും ആയിരുന്നു ഹെലനയുടെ പ്രശ്നം. അപ്പോൾ ആദ്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു 5-6 മാസമായപ്പോൾ ശരീരത്തിലെ നീല കളർ കൂടുകയും സാച്ചുറേഷൻ ഓക്സിജൻ്റെ അളവ് കുറയുകയും ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മളൊരു CT സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. ഓപ്പറേഷൻ വരെ പ്ലാൻ ചെയ്യുന്നവരെ ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ പക്ഷേ നല്ല കോംപ്ലിക്കേറ്റഡ് ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ഇൻഫെക്ഷന് വേണ്ടിയുള്ള മരുന്ന് ഇപ്പോഴും ഹെലന കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷൻ ചെയ്ത കുട്ടിയാണെന്ന് കണ്ടാൽ പോലും പറയില്ല. നോർമലായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. സംസാരമായാലും എല്ലാം നോർമലായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. സർജറിയുടെ സങ്കീർണത അനുസരിച്ച് സർജറി കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ 1 ദിവസമോ 2-3 ദിവസമോ ചിലപ്പോൾ ആഴ്ചകളോളം വെന്റിലേറ്ററിൽ നമുക്ക് ഘടിപ്പിച്ച് ചികിത്സ നൽകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെന്റിലേറ്ററും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈ എൻഡ് വെന്റിലേറ്റേഴ്സാണ്. ഇതേപോലെയുള്ള വെന്റിലേറ്റേഴ്സാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് രോഗികൾ എത്തുന്ന ഒരു സെൻറ്റർ എന്നതുകൊണ്ട് തന്നെ SIT ആശുപത്രിയിൽ അഡ്വാൻസ് ഫീറ്റൽ എക്കോ കാർഡിയോഗ്രഫി സർവീസുകൾ അവൈലബിൾ ആണ്. അതേ കണക്ക് തന്നെ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഏകദേശം 1300-ൽ പരം ഫീറ്റൽ എക്കോകൾ ചെയ്യുകയും ഇതിൽ 40-ലേറെ ജന്മന ഇച്ചിരി പ്രശ്നമുള്ള ഹൃദ്രോഗങ്ങൾ കണ്ടുപിടിക്കുകയും അവയ്ക്ക് വേണ്ട ചികിത്സ നൽകി കുട്ടികളെ രക്ഷിച്ചെടുക്കാനും സാധിച്ചു. കുഞ്ഞുങ്ങൾ കാര്യമായിട്ട് വെയിറ്റ് കൂടുന്നില്ല. ജനിച്ച ശേഷം സാധാരണ രീതിയിൽ കൂടേണ്ട പോലെ വെയിറ്റ് കൂടുന്നില്ല. കുഞ്ഞിന് അടിക്കടിയായി ന്യൂമോണിയ വരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഹൃദ്രോഗം നമ്മൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഓടിക്കളിക്കുമ്പോഴോ അല്ലെങ്കിൽ പടി കയറുമ്പോഴോ ഉള്ള ശ്വാസതടസ്സം, അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് ക്രമാതീതമായിട്ട് വരിക, അല്ലെങ്കിൽ തല ചുറ്റി വീഴുക, ഇങ്ങനെയുള്ള സിംറ്റംസ്, അല്ലെങ്കിൽ കാര്യമില്ലാതെ തന്നെ ഒരുപാട് ക്ഷീണം, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും ഹൃദ്രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
ദക്ഷിണേന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച സേവനവും ചികിത്സയും SAT ആശുപത്രി നൽകുന്നു. കുട്ടികളിൽ ഹൃദയ സംബന്ധമായ രോഗം വന്നുപോയാൽ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ SAT ആശുപത്രിയിലെ ഡോക്ടർമാർ സദാ സന്നദ്ധരായി തയ്യാറായി നിൽപ്പുണ്ട്. കുട്ടികളിലെ ഹൃദ്രോഗത്തിന് ഏറ്റവും മികച്ച ചികിത്സയുമായി തിരുവനന്തപുരം SAT ആശുപത്രി നിങ്ങളോട് ഒപ്പമുണ്ട്.